ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അതായത് നമ്മുടെ തുണിസഞ്ചി ഉണ്ടല്ലോ, നമ്മൾ സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്ന അത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പരിചയപ്പെടാം. ആദ്യമായിട്ട് കത്രിക, ഒരു നൂല്, വൈറ്റ് കളർ നൂലാണ് ഞാൻ എടുക്കുന്നത്. ഏതാണ് കളറെന്ന് വെച്ചാൽ അതേ കളർ എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു നീഡിൽ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളൊരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ സഞ്ചിയിനകത്ത്. അപ്പോൾ ഇതാ ഈ ഒരു ഡിസ്റ്റൻസ് വെച്ച് ഞാനിത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇത്തിരി നീളത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ല, ഇതുപോലെ ഒരു ചെറിയ കത്രിക വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനെ മിഡിൽ വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതുപോലെ ഒന്ന് മടക്കി അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ ചിലവ് ചുരുങ്ങിയ ഒരു ഹെയർ ബാൻഡാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ എക്സ്ട്രാ വരുന്ന ഈ പീസസൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ ഇതായിട്ട് വളരെ തിന്നായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെച്ച് നമ്മൾ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും സഞ്ചിയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഹെയർ ബാൻഡ് ഉണ്ടാക്കുക ചിലപ്പോൾ റെയറായിരിക്കും. അറിയത്തില്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാനിത് വെച്ച് മുൻപേ ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, എന്തുകൊണ്ട് നമുക്കിത് ഹെയർ ബാൻഡാക്കി യൂസ് ചെയ്തുകൂടാന്ന്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കാമെന്ന്. പിന്നെ ഈ ഹെയർ ബാൻഡിൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മുടെ ഹെയർ എക്സസൈസ് ബിസിനസ് എന്ന് പറയുമ്പോൾ നല്ല പോലെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എമൗണ്ട് എനിക്ക് ആ സീസൺ കൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അത് ട്രൈ ചെയ്തില്ല. ഒരു കാരണം മടിയാണ്, പിന്നെ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ കുറച്ച് തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നത്. നോക്കുകയാണെങ്കിൽ നല്ല പോലെ ലാഭം കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഈ മുറിച്ചെടുത്തത് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വർക്ക് വരുമ്പം അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ ഹോൾസെയിൽ കടയിൽ നിന്നാണ്, കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. അപ്പം അവിടെ നല്ല രീതിക്ക് നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടും. അപ്പം നമുക്കെന്താ പറയുക, നമുക്ക് നല്ല രീതിക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർ തീർച്ചയായും ഈ മേഖലയിലേക്ക് കടന്നു വരാം കേട്ടോ. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻസ് ഡേക്ക് എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ ഒരുപാട് ഓർഡർ വന്നിട്ടുണ്ട്. അതുപോലെ സ്കൂളിൽ, പിന്നെ നമ്മളെ അംഗനവാടീസ്, ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഓർഡർ. ലാസ്റ്റ് എനിക്ക് എടുക്കാൻ ഓവർലോഡായിട്ട് എനിക്ക് എടുക്കാതെ വിട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ നമുക്ക് നല്ല പോലെ അതിനോട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നല്ല പോലെ ക്യാഷ് സമ്പാദിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് കേട്ടിട്ട് ആരെങ്കിലും മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ എൻഡിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ കണ്ടില്ലേ, നല്ലൊരു നൂല് വെച്ച്, ഒരു വൈറ്റ് നൂല് വെച്ച് നല്ല അടിപൊളിയായിട്ട് ടൈറ്റിൽ ഇത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, വളരെ ചിലവ് ചുരുങ്ങി എന്നാൽ പിന്നെ ഒട്ടും പണിയില്ലാതെയാണ് നമ്മൾ ഇന്നൊരു ഹെയർ ബാൻഡ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഇത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് വരുന്ന പോർഷൻസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇല്ല, നൂലടക്കം ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ കത്രികയാണെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലവർ ആയിട്ടുണ്ട് അല്ലേ, വൈറ്റ് ഫ്ലവർ. അത് ഇതുപോലെ ഞാൻ ഓൾറെഡി 2 എണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഓൾറെഡി ഒരു വൈറ്റ് ക്ലോത്ത് ചുറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരുപാട് ഹെയർ ബാൻഡൊക്കെ ഇതുപോലെ ചുറ്റിയെടുക്കുന്ന വീഡിയോ, റിബണൊക്കെ ചുറ്റുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാതിരുന്നത് കേട്ടോ, ഹെയർ ബാൻഡിനെ ചുറ്റുന്നതൊന്നും വെറുതെ വീഡിയോ ലാഗ് അടിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് തുന്നി കൊടുക്കുകയാണ്. ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് വശത്താണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഹെയർ ബാൻഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരാറുണ്ട്. ഇതുപോലെ ഫ്ലവറൊക്കെ കൊടുത്തിട്ടുള്ള ഇത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് വരാറുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തുണിസഞ്ചിയൊക്കെ വെച്ച് നമുക്ക് എന്താ പറയുക, വേസ്റ്റ് മെറ്റീരിയലാണല്ലോ, അതൊന്നും നമ്മൾ പിന്നെ ചിലപ്പോൾ എടുക്കത്തില്ല, നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നതായിരിക്കും. അത് വെച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണല്ലോ.
എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കിത് കാണുന്നവരിൽ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. നല്ല അടിപൊളി സംഭവം തന്നെയായിരിക്കും. നമുക്കിത് ഇനിയിപ്പം തുന്നാനൊക്കെ മടിയുള്ളവരാണെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഗ്ലൂ തീർന്നു പോയിട്ടാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് തുന്നിയെടുക്കുന്നത് കേട്ടോ. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുറേയായി വർക്ക് അതിനെ കൊണ്ട് ചെയ്തിട്ട് അതുകൊണ്ട് എൻ്റെ ഗ്ലൂ സ്റ്റിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയോ ഇനിയിപ്പോൾ ഇപ്പോൾ ഓണത്തിനൊക്കെ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എൻ്റെ ജോലിയും അതും ഒക്കെ രണ്ടും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക്. എങ്കിലും ഓണത്തിന് വന്ന ആ ഓർഡേഴ്സൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതിലിടയ്ക്ക് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ഒന്നും ഞാൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഹെയർ ബാൻഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ ഒരു ഫ്ലവർ കൂടെ ഞാൻ ഇതിൻ്റെ മേലെ ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ടൈറ്റായിട്ട് ഇതൊന്ന് വലിച്ച് ഇവിടെ തുന്നിക്കൊടുക്കുകയാണ് കേട്ടോ. ടൈറ്റ് ചെയ്ത് തുന്നാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൻ്റെ മേലെ ഒട്ടിക്കുക ഉള്ളൂ. ഇപ്പോൾ ഗ്ലൂ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്കിതുപോലെ തുന്നിയെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഞാനിത് ഒരു സൈഡിലായിട്ട് തുന്നിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ എല്ലാ അധികം ഹെയർ ബാൻഡിൻ്റെയും മോഡൽ ഈ സൈഡിലാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ ഹെയർ ബാൻഡ് വളരെ ചുരുങ്ങിയ ചിലവിൽ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ വരുമ്പോൾ നമ്മൾ ഇതുപോലുള്ളതൊന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച മെറ്റീരിയൽ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. അതായത് നമ്മൾ കുട്ടികൾ ഇതുപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതല്ല നമ്മൾ എന്താ പറയുക, നമ്മളെ കുട്ടികൾക്കൊക്കെ അത്യാവശ്യം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നല്ല അടിപൊളിയാണല്ലോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്നുണ്ടാക്കി നോക്കുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരാം. ബായ്.